നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കാശ്മീരിൽ 26 വിനോദസഞ്ചാരികളുടെ മരണത്തിന് ഇടയാക്കിയ പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും ഭീകരവാദികൾക്ക് പിന്തുണയുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്ന പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച് കൃത്യമായ ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. അതിർത്തി കടന്ന് പഹൽഗാമിലെത്തി മതം തിരഞ്ഞ് മുസ്ലിം അല്ലെന്ന് ഉറപ്പാക്കിയിട്ട് ഇന്ത്യയുടെ വിലപ്പെട്ട പൗരന്മാരുടെ ജീവൻ കൊത്തിപ്പറിച്ചെടുത്ത പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയും അവരുടെ കയ്യാളുകളും ഇപ്പോഴും അതിർത്തിയിൽ കടുത്ത പ്രകോപനങ്ങൾ തുടരുകയുമാണ്. അന്തർദേശീയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ഡയറക്ടർ ജനറൽമാർ ഹോട്ട്ലൈനിൽ സംസാരിച്ചിട്ടും അതിർത്തിയിൽ വെടിവെപ്പ് നടന്നത് അതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. ഏതായാലും ഇനിയും നയതന്ത്രപരമായ നിലപാടുകൾ തുടരുന്നത് കൊണ്ട് ഗുണമൊന്നുമില്ല എന്ന് ഉറപ്പിച്ച് ഇന്ത്യ ശക്തമായ നീക്കങ്ങൾക്ക് രംഗത്തിറങ്ങുകയും കടുത്ത നടപടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതേ നാണയത്തിൽ തന്നെയുള്ള പ്രതികാര നടപടികളും കൂടുതൽ പ്രകോപനപരമായ നീക്കങ്ങളുമായി പാകിസ്ഥാനും നടപടികൾ തുടരുന്നു. പാകിസ്ഥാൻ ISI മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തു. ഭീകരാക്രമണത്തെക്കുറിച്ച് ശക്തമായ വിശകലനങ്ങൾക്കും പുതിയ അന്വേഷണ നീക്കങ്ങൾക്കുമായി NIA ഡയറക്ടർ ജനറൽ സദാനന്ദ് ദത്തെ വ്യാഴാഴ്ച പഹൽഗാമിലെത്തി നടപടികൾ വേഗത്തിൽ ആക്കിയിരിക്കുകയുമാണ്. പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടികൾ നൽകാൻ ഇന്ത്യ അമാന്തിക്കുന്നു എന്നുള്ള ശക്തമായ മുറവിളികൾ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു ഭാഗത്ത് ഉയരുന്ന സാഹചര്യത്തിൽ അത്തരമൊരു റിവഞ്ചിന് ഇനി വൈകില്ല എന്ന വ്യക്തമാക്കി അതിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയുണ്ടായി. ഇനി ഒട്ടും വൈകില്ല എന്നും ഇന്ത്യയുടെ ശത്രുക്കൾക്ക് അവരുടെ ധർമ്മത്തിന് അനുസരിച്ചുള്ള മറുപടി നൽകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടും പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാൻ സൈന്യത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുമുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി തിരിച്ചടികൾക്ക് അവലംബിക്കുന്ന രീതി, കൈവരിക്കേണ്ട ലക്ഷ്യങ്ങൾ, തിരിച്ചടിക്ക് യോജിച്ച സമയം എന്നിവ കൃത്യമായ മാനേജ്മെന്റ് വൈദഗ്ധ്യത്തോടെ തീരുമാനിക്കാനും അത് പ്രാവർത്തികമാക്കുവാനുള്ള നിർദ്ദേശവും പടക്കളത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യവുമാണ് സായുധ സേനയ്ക്ക് പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിവിധ സേനകളുടെ മേധാവികളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഒക്കെ പങ്കെടുത്ത മീറ്റിംഗിൽ വെച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അസാന്നിധ്യത്തിൽ ചേർന്ന സുരക്ഷാ യോഗത്തിലായിരുന്നു നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഭീകരതയെ ശക്തമായി നേരിടുക എന്നത് നമ്മുടെ ദൃഢനിശ്ചയമാണ് എന്നും ഇന്ത്യൻ സായുധ സേനയുടെ പ്രൊഫഷണൽ കഴിവുകളിൽ തനിക്ക് പൂർണ്ണമായ വിശ്വാസമാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയപ്പോൾ ഇന്ത്യൻ ആർമിയുടെ പ്രൊഫഷണൽ സമീപനങ്ങളിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാവും സൈനിക ജനറൽമാരും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുകയാണ്. ഇപ്പോൾ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീർ മേഖലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായ സൈനിക നടപടികൾ തന്നെയാണ്. കാരണമില്ലാതെ ഇന്ത്യയെ മെക്കിട്ട് കയറിക്കൊണ്ട് പാകിസ്ഥാന്റെ ആശീർവാദത്തോടെ ചോരക്കളിക്ക് ചുക്കാൻ പിടിച്ച ലഷ്കർ-ഇ-തോയ്ബയുടെ തലമൂത്ത ഭീകരന്മാരിൽ ചിലരെ കൊന്നൊടുക്കുകയും കാശ്മീരിന്റെ മണ്ണിൽ പ്രാദേശിക പിന്തുണയോടെ അവർ താമസിച്ചു പോന്ന ടെന്റുകൾ പലതും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തപ്പോൾ ചിത്തഭ്രമം ബാധിച്ചവരെ പോലെ പാകിസ്ഥാൻ ഷിംല കരാർ റദ്ദാക്കുകയുണ്ടായി. ഏത് തരത്തിലുള്ള ആക്രമണത്തിനാണ് ഇന്ത്യ കോപ്പ് കൂട്ടുന്നത് എന്നറിയാതെ ആശങ്കപ്പെട്ട പാകിസ്ഥാൻ തുടർമാനമായി വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണിപ്പോൾ. അതിർത്തിയിൽ നിരവധി തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. 100-ലധികം അണ്വായുധങ്ങൾ തങ്ങളുടെ കൈവശം ഉണ്ടെന്നും അത് പ്രയോഗിക്കുമെന്നുമൊക്കെയുള്ള വെല്ലുവിളികളാണ് അതിലേറ്റവും വലുതായിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പടക്കളത്തിലെ ഇന്ത്യയുടെ അടുത്ത നീക്കം എന്തെന്ന് അറിയാതെ കുഴയുന്ന പാകിസ്ഥാന്റെ മർമ്മത്ത് തന്നെ മാരകമായ പ്രഹരം ഏൽപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യ നടത്താൻ പോകുന്നത്. നിരോധിത ലഷ്കർ-ഇ-തോയ്ബയുടെ നിഴൽ ഗ്രൂപ്പുകളായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് നടത്തിയ ചോരക്കളിക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം ഉറപ്പായിരിക്കുക മാത്രമല്ല, കാശ്മീരിൽ വന്ന് ചോരക്കളി നടത്തിയ തീവ്രവാദികളെ പരസ്യമായി പ്രശംസിക്കുകയും പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പാക് ഉപപ്രധാനമന്ത്രി പ്രസ്താവന നടത്തുകയും ചെയ്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിർണായകമായി പ്രതികരിക്കാനും അടർക്കളത്തിൽ അപ്പോൾ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സായുധ സേനയെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ
പാകിസ്ഥാനെതിരെയുള്ള എല്ലാത്തരം ആക്രമണങ്ങളെയും സൂക്ഷ്മമായി അപഗ്രഥിച്ച് അങ്ങേയറ്റം കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെ സെറ്റ് ചെയ്യുന്നു എന്നാണ് ഇന്ത്യയുടെ നീക്കങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, 2016-ലും 2019-ലും പാകിസ്ഥാൻ കാട്ടിയ പ്രകോപനത്തിന് കൊടുത്ത തിരിച്ചടിയേക്കാൾ ശക്തമായ സൈനിക നീക്കത്തിന് തന്നെയാണ് ഇന്ത്യ കളമൊരുക്കുന്നത്. കാശ്മീരിൽ തെരച്ചിലുകൾ നടത്തി ഭീകര താവളങ്ങൾ ഒന്നൊന്നായി തച്ചുടച്ചും ഭീകര ബന്ധമുള്ളവരെ മുഴുവൻ കസ്റ്റഡിയിലെടുത്തും അത്തരത്തിൽ ചലിക്കാനാകാത്ത അവസ്ഥയിൽ പാകിസ്ഥാന്റെ എല്ലാത്തരം ചെറുത്തുനിൽപ്പുകളുടെയും മുനയൊടിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്കാണ് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ ഉത്തരവ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകളിൽ കൃത്യമായ വ്യോമാക്രമണം നടത്തി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതോടെ ഇന്ത്യയുടെ തിരിച്ചടിയുടെ കടുപ്പം താങ്ങാനാകില്ലെന്നുള്ള കടുത്ത ഭീതിയാൽ പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ഏകദേശം 5000-ഓളം പട്ടാളക്കാരും രാജിവെച്ച് നാട് വിട്ടുപോയി എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അത് വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് കേവലം സോഷ്യൽ മീഡിയ കിംവദന്തിയാണെന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നുമുള്ള മട്ടിലാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. എങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ദി എക്കണോമിക്കൽ ടൈംസും NDTVയും ഒക്കെ ആധികാരികമായി തന്നെ ഈ വാർത്ത പറയുന്ന സാഹചര്യവും ഉണ്ടായി. അത്തരം കാര്യങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കുന്ന വിധത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് രാജസ്ഥാനിലെ ജയ്സാൽമീർ നിവാസിയായ പത്താൻ ഖാനെ രാജസ്ഥാൻ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ 2013-ൽ പാകിസ്ഥാൻ സന്ദർശിച്ച് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും പാകിസ്ഥാൻ ഇയാൾക്ക് പണം നൽകി ആകർഷിക്കുകയും ചാരവൃത്തിക്ക് പരിശീലനം നൽകുകയും ചെയ്തു എന്നാണ് വിവരം. 2013-ന് ശേഷവും അദ്ദേഹം അവിടെ പോയി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടുന്നത് തുടരുകയും ജയ്സാൽമീർ അന്താരാഷ്ട്ര അതിർത്തിയുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവും രഹസ്യവുമായ വിവരങ്ങൾ പാകിസ്ഥാൻ ഹാൻഡ്ലർമാരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇന്റലിജൻസ് അധികൃതർ പുറത്തുവിടുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷിതത്വം അനുഭവിച്ചിട്ട് ഇന്ത്യക്കിട്ട് പണിയുന്ന അത്തരക്കാരെ കുറിച്ച് എന്ത് പറയാനാണ്? ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് പഹൽഗാമിലെ സീപ്ലെയിൻ ഓപ്പറേറ്ററെയും അയാളുടെ പ്രവൃത്തികളെയും ഇന്ത്യ കാണുന്നത്. സീ ലൈൻ റോപ്പിലേക്ക് ഒരു സഞ്ചാരിയെ കയറ്റിവിടുകയും തീവ്രവാദികൾ വെടിയുതിർക്കുന്ന സ്ഥലത്തേക്ക് നോക്കി തികച്ചും നിർവികാരമായി എല്ലാം പറഞ്ഞുറപ്പിച്ച മട്ടിൽ നിർവികാരമായി നോക്കിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുകയും ഒന്നും സംഭവിക്കാത്തതുപോലെ താഴേക്ക് നോക്കി തികഞ്ഞ കൗതുകത്തോടെ കൂട്ടക്കുരുതി കണ്ടു നിൽക്കുകയും ചെയ്യുകയാണ് അയാൾ. ഹമാസ് തീവ്രവാദികളെ നോക്കി സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും പോരാളികളെന്നും വിളിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഒരുമ്പെട്ടത് പോലെ ലോകത്ത് ആരും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടുത്തെ മാധ്യമങ്ങളാകട്ടെ മതഭീകരവാദികളെ വെളുപ്പിച്ചെടുക്കാനും ഒരിക്കലും അവർ അർഹിക്കാത്ത മഹത്വങ്ങൾ അവരുടെ തലയിൽ കെട്ടിവെച്ച് അവരെ ഡെക്കറേറ്റ് ചെയ്യാനും നടത്തുന്നത് മരണ പരാക്രമങ്ങളാണ്. മതം നോക്കി മറ്റു മതസ്ഥരെ മാത്രം കൊന്നുതള്ളിയ ഭീകരതയെ കുറിച്ചുള്ള വാർത്തയും അതിന്റെ പ്രാധാന്യവും ഒന്നുമല്ലാത്ത വിധത്തിലാണ് ആക്രമണത്തിൽ യാദൃച്ഛികമായി കൊല്ലപ്പെട്ട കുതിരക്കാരനെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷെക്കേന ബിഗ് ഡിബേറ്റിൽ ഈ വിഷയത്തിൽ സാമൂഹ്യ നിരീക്ഷകൻ അമൽ സിറിയക്ക് പ്രതികരിച്ചത് നമുക്കൊന്ന് കേൾക്കാം. തീവ്രവാദ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും കേരളം കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് ബില്ലാദൻ അവിടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ആ കാലഘട്ടത്തിൽ ബില്ലാദനെ പ്രകീർത്തിച്ച് കവിത എഴുതിയ ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു. G സുധാകരനൊക്കെ കവിത എഴുതി നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നമുക്കറിയാം മദനിയുടെ ഒക്കെ ആ കാലഘട്ടത്തില് അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന പിണറായി വിജയനെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത ഇടയ്ക്ക് തന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള CPIM-ന്റെ പരമോന്നത നേതാവായി മാറിയിരിക്കുന്ന നമ്മുടെ MA ബേബി പറഞ്ഞിരിക്കുന്നത് എന്താ, മദനി ഒരു നിരപരാധിയാണ്, അദ്ദേഹത്തിനെ കാര്യമില്ലാതെയാണ് അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, അതിലെനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല എന്ന രീതിയിലേക്ക് ന്യായീകരിക്കുന്ന രീതിയിലേക്കാണ് MA ബേബി കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. മാത്രമല്ല മദനിക്ക് വേണ്ടി ഐക്യദാർഢ്യ സദസ്സില് പോയി പങ്കെടുക്കുന്നത് നമ്മുടെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റൊക്കെ പരമോന്നത നേതാക്കൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. മാത്രമല്ല ഇപ്പം ഹമാസിനെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ CPIM-ന്റെ പരമോന്നതമായ ഒരു സമ്മേളന വേദിയില് അവിടെ കഫിയൊക്കെ ധരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. മാത്രമല്ല കോൺഗ്രസ് തന്നെയും തുറന്ന നിലപാടുകൾ അതിനനുകൂലമായിട്ടൊക്കെ എടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, അതായത് കാശ്മീരിലെ ഈ ഒരു ആക്രമണത്തിന്റെ പിന്നിൽ ഹമാസിന്റെ കരങ്ങൾ ഉണ്ടെന്നുള്ളതും അവിടെ പത്രമാധ്യമങ്ങൾ അവിടെ അറിയിക്കുന്നുണ്ട്. അതായത് 1 വർഷത്തിലധികമായിട്ട് ഹമാസിന്റെ നേതാക്കൾ അവിടെ വന്നു പോകുന്നുണ്ടായിരുന്നു, അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തു വരുന്നുണ്ട്.
അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഇസ്രായേലിൽ നടന്ന ആ ഒരു പ്രക്രിയക്ക് സമാനമാണ് ഇപ്പോഴും നടക്കുന്നത്. അത് ആഗോളതലത്തിലെല്ലാം തന്നെ ഇതിന്റെയൊക്കെ സൂചനകൾ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. അതായത് ഇസ്രായേലിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നു, അവിടെയുള്ള പെൺകുട്ടികളെയും അതോടൊപ്പം തന്നെ കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു, പുരുഷന്മാരെയൊക്കെ കൊല്ലുന്നു. അപ്പൊ ആ ഒരു സംവിധാനം പക്ഷെ ഇവിടെ അവിടെ മതം തിരിച്ചു തന്നെയാണ്. പ്രത്യേകമായ ഇതര മതസ്ഥരായിട്ടുള്ള, അതായത് മുസ്ലിം ഇതര മതസ്ഥരെയാണ് അവിടെ പിടിച്ചുകൊണ്ട് പോവുക. ഇവിടെയും അത് തന്നെയാണ് നടക്കുക. ഇവിടെയും ആ 26 പേരില് ഏകദേശം 20ഓളം പേരുടെ അടിവസ്ത്രമൊക്കെ ഊരി പരിശോധിച്ചൊക്കെ ആയിട്ടാണ് ഇത് മാധ്യമങ്ങളിൽ കാണുക. അപ്പൊ അതിന്റെയൊക്കെ വ്യക്തമാണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ളത്. മാത്രമല്ല അവർ മതം ചോദിക്കുന്നു, ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പം വെടിവെക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്, അതായത് രക്തസാക്ഷി പറക്കുകയാണ് നമുക്ക്. അപ്പൊ അതുപോലെ ക്രിസ്ത്യാനിയാണ് കലീമ ചൊല്ലുക, കലീമ ചൊല്ലാത്തവരെ കൊല്ലുന്നു, ക്രിസ്ത്യാനി ആയിട്ടുള്ളവരെ കൊല്ലുന്നു, ഹിന്ദുക്കളായിട്ടുള്ളവരെ കൊല്ലുന്നു, എന്നാൽ അതേസമയം മുസ്ലിങ്ങളായിട്ടുള്ളവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നമ്മുടെ ഈ രാജ്യത്ത് ഉടലെടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു ചെറിയ സൂചനയല്ല, വലിയൊരു സൂചനയാണ്. പഹൽഗാമിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ പരസ്യമായി ഏറ്റെടുക്കുകയും തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിശേഷിപ്പിച്ച് ഇന്ത്യക്ക് വലിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കി യുദ്ധത്തിന് കളമൊരുക്കുകയും ചെയ്തിട്ടും പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്ന ഇന്ത്യയുടെ പ്രതിഷേധങ്ങളെ ഉൾക്കൊള്ളാനാകാത്ത പാകിസ്ഥാൻ മാനസർ ഇന്ത്യയിൽ പെരുകുന്നു എന്നുള്ള നടുക്കുന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്നും പുറത്തു വന്നു. പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് നേരെ പ്രതികരിക്കാൻ മുന്നോട്ട് വന്ന ചിലർ കർണാടകയിൽ പാകിസ്ഥാന്റെ പതാക റോഡിലിട്ടുകൊണ്ട് പ്രതിഷേധിച്ചതോടെയാണ് വെറുപ്പിന്റെ കട പൂട്ടി സ്നേഹത്തിന്റെ കട തുറന്നുവെന്ന് വീമ്പ് പറഞ്ഞ് ഭരണം ആരംഭിച്ച കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അത് ചെയ്ത പ്രതിഷേധക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണുണ്ടായത്. പാകിസ്ഥാന്റെ പതാക മണ്ണിൽ പുതഞ്ഞ് റോഡിൽ കിടക്കുന്നത് കണ്ട് ഹൃദയം പൊട്ടിപ്പോയ 2 സ്ത്രീകൾ വന്ന് ആ പതാക എടുത്തു മാറ്റി. അങ്ങേയറ്റം വ്രണിതമായി പൊട്ടിയൊലിക്കാമായിരുന്ന പാകിസ്ഥാന്റെ മാനം അങ്ങനെ കാത്തു സൂക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പരിഹാസത്തോടെ നമുക്ക് പറയാം. ഇസ്ലാമിക തീവ്രവാദികൾ എന്ത് കാട്ടിയാലും അത് സംഘപരിവാർ ചെയ്തതാണ് എന്നും അതിന്റെ പിന്നിൽ BJP സർക്കാരിന്റെ കറുത്ത കൈകളാണെന്നുമുള്ള പാട്ട് ആവർത്തിച്ച് പാടുകയാണ് ഇന്ത്യയിലെ പാകിസ്ഥാൻ മാനസർ. പാകിസ്ഥാൻ ആസ്ഥാനമായ തീവ്രവാദ സംഘടന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടും അവരെ പിന്തുണച്ചത് തങ്ങളാണെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടും അവർക്ക് തൃപ്തിയാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ബംഗ്ലാദേശിൽ കലാപം നടത്തിയ അക്രമികൾ റോഡിൽ ഇന്ത്യൻ പതാക പതിച്ച് അവഹേളിച്ചപ്പോൾ നിശബ്ദരായിരുന്ന ആളുകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ പതാക റോഡിൽ വെച്ചതിനെ എതിർത്ത് പ്രതിഷേധിക്കുന്നത്. ഇന്ത്യയുടെ 26 പുത്രന്മാരെ നിർദ്ദയം കൊന്നൊടുക്കുകയും ആ ക്രൂരത ചെയ്തത് തങ്ങളാണ് എന്ന് സമ്മതിക്കുകയും നിയന്ത്രണ രേഖയിൽ പ്രകോപനപരമായി ഇപ്പോഴും വെടിയുതിർക്കുകയും പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കി 140 കോടി ജനങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പാകിസ്ഥാനെ ഓർത്ത് വിഷമിക്കുന്ന ഇത്തരക്കാരെ കാണുമ്പോൾ നമ്മുടെ ആശങ്കകൾ ഉയരുകയാണ്. ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഫാദർ സ്കോട്ട് സീബ പുടിമൂടൻ നടത്തിയ നിരീക്ഷണം എല്ലാ ആളുകളും കേട്ടിരിക്കേണ്ടത് തന്നെയാണ്. ഇന്ത്യയിലേക്ക് കടന്ന ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള 26 നിരപരാധികളെ കൊന്ന് തള്ളുവാനായിട്ട് തീരുമാനമെടുത്തവർക്കൊക്കെ നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അതീവ സുരക്ഷ നൽകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുമ്പോൾ ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ല തന്നെയാണ്. ഒരു രാജ്യത്തിന് മേൽ കടന്നു കയറിയിട്ട് ആ രാജ്യത്തെ പൗരന്മാരെ കൊന്നുകളയുമ്പോൾ ആ രാജ്യത്തിന് എതിരെ ആണ് ഞങ്ങൾ എന്നുള്ള രീതിയിൽ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ പാകിസ്ഥാന്റെ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചടികൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. കാരണം സ്വന്തം രാജ്യത്തിന്റെ പൗരന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനായിട്ട് ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് അവരുടേതായ വിശ്വാസ സംഹിതകളുണ്ട്. അവർക്ക് അവരുടേതായ പ്രവർത്തന ശൈലിയുണ്ട്. അപ്പോൾ ആ പ്രവർത്തന ശൈലിയും വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു മതം മാത്രം മതി അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം മതി എന്നുള്ള നിലപാടുകളോടുകൂടെ ഇത്തരം പ്രവർത്തനം ഉണ്ടാകുമ്പോൾ തിരിച്ചടികൾ സ്വാഭാവികമാണ്. അതിനെ നമ്മൾ മാനുഷികമെന്നോ അല്ലെങ്കിൽ മതേതര മൂല്യമെന്നോ അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത്. മറിച്ച് പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കണം. നമ്മൾ തക്കതായ താക്കീതുകൾ നൽകുന്നില്ല എങ്കിൽ ഇസ്രായേൽ ഹമാസ് വിഷയം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ആ രാജ്യത്തിന് മേലെ അവരുടെ പൗരന്മാരുടെ മേലെ കടന്നു കയറി അവരെ ഇല്ലാതാക്കുന്ന ശ്രമം വന്നപ്പോഴാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹം തിരിച്ചടിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ഇസ്രായേല് തിരിച്ചടിച്ചപ്പോൾ
ലോകം മുഴുവൻ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞൊക്കെ സ്റ്റാറ്റസുകളും ഹാഷ്ടാഗുകളും ഒക്കെ ഇട്ടവർ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു വാക്ക് പറയുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. ഈ സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോലുള്ള ഒരാളെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ഒരു നീതിക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർത്തുവാനായിട്ട് ഇവിടുത്തെ ആളുകൾക്ക്, ഇവിടുത്തെ നമ്മൾ പറയുന്ന ചില സോക്കോൾഡ് ബുദ്ധിജീവികൾക്ക് കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സ്, ഇവരുടെയൊക്കെ ചായ്വ് എങ്ങോട്ടാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇന്ത്യയുടെ ആത്മാവിനേറ്റ മാരകമായ പരുക്കിന് പകരം ചോദിക്കാൻ സൈന്യം അതിർത്തിയിലേക്ക് നീങ്ങുകയാണ്. അവർക്ക് വേണ്ടത് പ്രാർത്ഥനയും പിന്തുണയുമാണ്. എന്നാൽ കാശ്മീരിൽ നിന്നുള്ള ചില പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ആരുടെയൊക്കെയോ ആജ്ഞാനുവർത്തികളായി പഹൽഗാം ആക്രമണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി എടുത്ത് തോട്ടിലെറിഞ്ഞ കോടതി ഹർജിക്കാരെ കണക്കറ്റ് ശകാരിക്കുകയും സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുന്ന പണികളുമായി ആരും രംഗത്ത് ഇറങ്ങരുതെന്നും ശാസിക്കുകയും ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാൻ ചെയ്ത തിന്മയ്ക്ക് ഒത്തവണ്ണം അവർക്ക് തിരിച്ചടി കൊടുക്കണം. കാരണം ഈ ചോരക്കളി തുടങ്ങി വെച്ചത് നമ്മളല്ല, പാകിസ്ഥാനാണ്.